ഒരു ചെടി വളരാൻ വെള്ളം പോലെ പ്രധാനമാണ് ജീവിതത്തിൽ മുതിർന്നവരുടെ അനുഗ്രഹം. വാശി മനുഷ്യനെ തകർക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വാശി വേണം. പക്ഷേ വാശി ഒരിക്കലും മനുഷ്യനോടാവരുത്, നിങ്ങളുടെ വിജയത്തോടായിരിക്കണം. ഭാര്യ രക്തബന്ധമല്ല, പക്ഷേ എല്ലാ രക്തബന്ധവും തുടങ്ങുന്നത് ഭാര്യയിൽ നിന്നാണ്. ആഗ്രഹങ്ങളെല്ലാം സാധിക്കാതെ വരുമ്പോൾ വിഷമിക്കരുത്. ആഗ്രഹിക്കാൻ പോലും അവകാശമില്ലാത്തവർ ഉണ്ട് ഈ ഭൂമിയിൽ. കഴിക്കാനുള്ള ആഹാരവും കിടക്കാനുള്ള വീടും പിന്നെ മനസ്സമാധാനവും ഉണ്ടെങ്കിൽ നീയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നൽകുന്നത്. അർഹതയുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അവകാശപ്പെട്ടത് നമ്മെ തേടിയെത്തും. കടപ്പാടും കഷ്ടപ്പാടും തീർന്നിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത്, ജീവിക്കാൻ മറന്നുപോകും. സ്ഥാനമില്ലെന്നറിയുമ്പോൾ അവിടെ നിന്നും മൗനമായി പിന്മാറണം. അത് ബന്ധങ്ങളിൽ നിന്നായാലും സൗഹൃദങ്ങളിൽ നിന്നായാലും. കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ടെന്ന് മറന്നു പോകരുത്. അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്ക് ഒരു ഭാരമായി മാറുന്നു. നിങ്ങൾ പരിശ്രമിച്ചിട്ട് തോറ്റാൽ അത് നിങ്ങളുടെ തെറ്റല്ല. എന്നാൽ പരിശ്രമമില്ലാതെ തോറ്റാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. നമ്മളെ തളർത്തുന്നവരും വളർത്തുന്നവരും നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകും. പക്ഷേ അത് നാം തിരിച്ചറിയുന്നത് ഏറെ വൈകിയായിരിക്കും. ജീവിതത്തിൽ തൻ്റേതായ അഭിപ്രായം അല്ലെങ്കിൽ മറുപടി പറയേണ്ടിടത്ത് പറയാനുള്ള ധൈര്യം എപ്പോഴും ഉണ്ടായിരിക്കണം. പറയാതിരുന്നാൽ ജീവിതത്തിൽ ഒരിക്കലും ആരോടും തിരിച്ചൊന്നും പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. ശ്രമിച്ചാലും പിന്നീട് കഴിയില്ല. മെഴുകുതിരി പോലെ മറ്റാർക്കും വേണ്ടി എരിഞ്ഞു തീരാതിരിക്കുക. പ്രകാശം നൽകുന്ന സമയം മാത്രമേ നമുക്ക് വില ഉണ്ടാവുകയുള്ളൂ. അപമാനിച്ചവരെ കൊണ്ട് അഭിമാനമെന്ന് പറയിപ്പിക്കണം. അഹങ്കാരം എന്ന് പറഞ്ഞ് അടിച്ചമർത്തിയവർക്ക് മുമ്പിൽ അതിഗംഭീരമായി തല ഉയർത്തി നിന്ന് കാട്ടിക്കൊടുക്കണം. പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ ബഹുമാനം, സമാധാനം, അറിവ്, സമയം, സ്നേഹം, സന്തോഷകരമായ കുടുംബം എന്നിവയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം ഒരു മരത്തിന് ചില്ലകൾ നഷ്ടപ്പെടുമ്പോൾ പുതിയവ തളിർക്കാറുണ്ട്. നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടിയുറപ്പിക്കാൻ ശ്രമിക്കരുത്. എന്തെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ അറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും. എന്താകും എന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നു എന്ന് വരില്ല. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ വേണം. നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ 3 കാര്യങ്ങൾ: സ്നേഹം, ബഹുമാനം, വിശ്വാസം. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അതും കടന്നുപോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും. നമ്മുടെ മുന്നിൽ ഒരാൾ കരയുകയാണെങ്കിൽ അത് അയാൾ വിഷമത്തിൽ ആയതുകൊണ്ട് മാത്രമല്ല, അയാളുടെ സങ്കടങ്ങൾ നമ്മളെ അറിയിക്കുമ്പോൾ അയാൾക്ക് ആശ്വാസം ലഭിക്കുന്നതുകൊണ്ട് കൂടിയാണ്. മറ്റാരും ചെയ്തില്ലെങ്കിലും സ്വയം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സ്വന്തം നേട്ടങ്ങളിൽ സ്വയം അനുമോദിക്കുകയും ചെയ്താൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നമുക്ക് ലഭിക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ സന്തോഷവാന്മാർ ആണെങ്കിലും മിക്ക മനുഷ്യരും അവരുടെ പ്രശ്നങ്ങളുമായി മല്ലിടുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ളവരെ അടുത്തറിയാൻ ശ്രമിക്കുക. നാളെ എന്നത് വെറുമൊരു തോന്നൽ മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് അധിക നേരം നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്താതിരിക്കുക. ജീവിതത്തിൽ എല്ലാ മോശ സാധ്യതകളും നിങ്ങൾ സങ്കല്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തുഷ്ടനാകാൻ കഴിയുകയില്ല. തങ്ങൾക്ക് ഒരിക്കലും പ്രയോജനപ്പെടാത്തവർ മോശക്കാർ ആണെന്നും ഉപകാരമാകുന്നവർ നല്ലവരാണ് എന്നുമുള്ള പൊതുതത്വമാണ് മോശം അഭിപ്രായങ്ങളിൽ മനുഷ്യരെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സംസാരിക്കുക, അവരോടൊപ്പം കളിക്കുക. മറ്റാരേക്കാളും നിങ്ങൾ അവർക്ക് മികച്ച സുഹൃത്തായിരിക്കണം. ഈ സമൂഹം ധാരാളം ചീത്ത സുഹൃത്തുക്കളെ പ്രദാനം ചെയ്യുന്നു. അവർ അത്തരം സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതിന് മുൻപ് അവരുടെ ഏറ്റവും മികച്ച സുഹൃത്തിനെ
അവർക്ക് നിങ്ങളിൽ കണ്ടെത്താൻ സാധിക്കണം. ഓരോ അവസരവും നമ്മൾ കൃത്യമായി തന്നെ ഉപയോഗിക്കണം. കാരണം പിന്നിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയാത്ത ഒരു ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന പാതയാണ് നമ്മുടെ ജീവിതം. മറ്റുള്ളവർ നമ്മളോട് എളുപ്പത്തിൽ ക്ഷമിച്ചേക്കാം. പക്ഷേ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുക എന്നത് പലപ്പോഴും അസാധ്യമാണ്. സൂര്യൻ്റെ ഉദയവും അസ്തമയവും പോലെ നമ്മളും പ്രവർത്തിക്കുക. ശാന്തമായി തുടങ്ങി തീക്ഷ്ണമായി അവസാനിച്ചാൽ നമ്മുടെ ഏതൊരു പ്രവൃത്തിയും മനോഹരമായിരിക്കും. ഓർമ്മകൾ എപ്പോഴും സവിശേഷമാണ്. ചില ഓർമ്മകൾ നമ്മെ കരഞ്ഞ ദിവസങ്ങളെ ഓർത്ത് ചിരിപ്പിക്കും. എന്നാൽ ചിലത് ചിരിച്ച നാളുകളെ ഓർത്ത് കരയിപ്പിക്കും. അതാണ് ജീവിതം. ഉയർച്ച താഴ്ചകൾക്കിടയിലും അത്ഭുതകരമായി എന്തെങ്കിലും നന്മകൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് എപ്പോഴും വിശ്വസിക്കുക. എത്ര ചെറിയ കാര്യങ്ങളെയും വിലമതിക്കുക. നിങ്ങൾ ഒരിക്കലും സ്നേഹിക്കുന്നവരെ പുഞ്ചിരിയോടെ ഒന്ന് ചേർത്തണയ്ക്കാൻ മറക്കാതിരിക്കുക. കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങുക എന്നതാണ് ഒരു ബന്ധം നശിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം.